വെൽക്കം ബാക്ക് എവ്രി വൺ. നമുക്ക് അടുത്തതായിട്ട് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതംസ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം ആണ്. ഓക്കെ, സോ സ്ക്രീനിൽ ഒരു സർക്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അൽഗോരിതം, അതിലെ ബേസിക് ആയിട്ടുള്ള അൽഗോരിതം ആണ് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതം. ഓക്കെ, സോ ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സർക്കിൾ സിമെട്രി, 8-വേ സിമെട്രി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, സർക്കിളിന്റെ പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ സർക്കിളിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സിമെട്രി പോസിബിൾ ആണ്. ഓക്കെ, സോ ഈ ഒരു ഡയഗ്രാം നോക്കാം. ഈ ഒരു സർക്കിളിന്റെ ഇത് എക്സ് ആക്സിസ്, ദിസ് വൺ വൈ ആക്സിസ്. സോ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമുക്ക് ഇതിനെ ഓരോ ക്വാഡ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് വൺ, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ ക്വാഡ്രന്റ് 1 നമുക്കറിയാം എങ്ങനെയാണ് ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, ഇത് പോസിറ്റീവ് വൈ ഡയറക്ഷൻ ആണ്, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആണ്, ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആണ്, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ. ഓക്കെ, സോ ഇത് ഒറിജിൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുകയാണെങ്കിൽ ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ എക്സ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, വൈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. മീൻസ് ബോത്ത് എക്സ് ആൻഡ് വൈ പോസിറ്റീവ് ആണ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ആൻഡ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കിയേ, എക്സ് നെഗറ്റീവും വൈ പോസിറ്റീവും ആയിരിക്കും. സോ ഒരു കോർഡിനേറ്റ് പറയുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന എക്സിന് കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ നെഗറ്റീവും വൈക്ക് കറസ്പോണ്ടിങ് പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് ക്വാഡ്രന്റ് എങ്ങനെയാണ്? ബോത്ത് എക്സ് ആൻഡ് വൈ നെഗറ്റീവ് ആണ്. ആൻഡ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവ്. ഇതാണ് നമ്മുടെ സൈൻ വരുന്നത്. ഒരു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്വാഡ്രന്റില് പോയിന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സൈൻ വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ബോത്ത് എക്സ് ആൻഡ് വൈ പോസിറ്റീവ്, ഇവിടെ എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, ഇവിടെ ബോത്ത് എക്സ് ആൻഡ് വൈ നെഗറ്റീവ്, ഇവിടെ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഈ ഒരു പോയിന്റ് നമ്മൾ ഓർക്കണം. ദെൻ നമുക്ക് സിമെട്രി ബേസ് ചെയ്തിട്ട് ഇപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഞാനൊരു പോയിന്റ് എടുക്കുകയാണ് എക്സ് വൈ ഇവിടെ. സോ ഇതിന്റെ മിറർ ഇമേജ് ഇവിടെ കിട്ടണമെങ്കിൽ അത് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് നമ്മൾ ഇതിന്റെ ഒരു മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ടു ദിസ് പോയിന്റ് എക്സ് കോമ വൈ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് അവൈലബിൾ ആവും. സോ ഇതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നതിൽ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് ഒന്നും വരില്ല, എക്സും വൈയും തന്നെയാണ് വരിക. ബട്ട് സൈൻ എന്തായിരിക്കും? എക്സ് ഇവിടെ നെഗറ്റീവും വൈ പോസിറ്റീവും. നമ്മൾ ഓൾറെഡി ഇവിടെ സൈൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻസ് ഒന്നുമില്ല, എക്സ് തന്നെയായിരിക്കും. ഈ ഡിസ്റ്റൻസും മാഗ്നിറ്റ്യൂഡ് വൈ സെയിം ആയിരിക്കും, ബട്ട് സൈൻ ഡിഫറെന്റ് ആയിരിക്കും. അഗെയിൻ ഈ ഒരു ഡിസ്റ്റൻസ് വൈ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും ആൻഡ് ഇവിടെ സൈനും സെയിം തന്നെയാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഇവിടെ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ നമുക്ക് മൈനസ് എക്സ് കോമ പോസിറ്റീവ് വൈ എന്നുള്ളൊരു പോയിന്റ് ഇതിന്റെ മിറർ ഇമേജ് പോയിന്റ് ആയിട്ട് കിട്ടും. എഗെയിൻ നമുക്ക് അടുത്തത് നമുക്ക് ഈ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് മിറർ ഇമേജ് നോക്കാം. സോ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സോ അതിന്റെ മാഗ്നിറ്റ്യൂഡും സൈനും എങ്ങനെയാണ് വരിക? മാഗ്നിറ്റ്യൂഡിൽ ഡിഫറൻസ് ഒന്നുമില്ല, ഇവിടെ വരുമ്പോഴും എക്സ് ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്, വൈ ഡിസ്റ്റൻസും മാഗ്നിറ്റ്യൂഡ് വൈ സെയിം ആണ്. ബട്ട് സൈൻ എങ്ങനെയാണ് വരിക? എക്സ് പോസിറ്റീവ് ഡയറക്ഷനിലാണ്, എക്സ് പോസിറ്റീവ് ആണ്, വൈ നെഗറ്റീവ് വൈ ആവും. ഓക്കെ, അതേപോലെ ഇനി ഈ ഒരു പോയിന്റിനെ ആണ് നമ്മൾ ഈ ഒരു എക്സ് ആക്സിസ് ബേസ് ചെയ്ത് മിറർ ഇമേജ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് വരിക? മാഗ്നിറ്റ്യൂഡ് വൈസ് എക്സ് തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് വൈസ് വൈ തന്നെയാണ്, ബട്ട് സൈൻ എന്താണ്? എക്സിന്റെ നെഗറ്റീവ് ഡയറക്ഷൻ, സോ നെഗറ്റീവ് എക്സ്, വൈയുടെ നെഗറ്റീവ് ഡയറക്ഷൻ, സോ നെഗറ്റീവ് വൈ. ഇനി ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് മിറർ ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്താണ് കിട്ടുക? എക്സ് നെഗറ്റീവും വൈ നെഗറ്റീവും തന്നെയാണ്. സോ ഇതാണ് 4-വേ സിമെട്രി എന്ന് പറയുന്നത്.
ഓക്കെ, 4-way സിമെട്രി. ബട്ട് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് 8-way സിമെട്രി ആണ്. 8-way സിമെട്രി എന്ന് പറയുമ്പം ഇതുപോലെ 8 സിമെട്രിക് പാർട്ടായിട്ട് സർക്കിളിനെ ഡിവൈഡ് ചെയ്യാണ്. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈനിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഓരോ ക്വാഡ്രന്റിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 8 സിമെട്രിക് പോയിന്റ്സ്, സിമെട്രിക് പാർട്സ് കിട്ടും. അതിനെയാണ് നമ്മൾ ഒക്ടൻസ് എന്ന് പറയുന്നത്. 8 ഒക്ടൻസ്. ഓക്കെ, സോ ഇതിലെങ്ങനെയാണ് നമുക്ക് ഒരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ അതർ 7 പോയിന്റ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പറ്റുക? സോ ഇപ്പൊ പറഞ്ഞ പോയിന്റ് നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പൊ പറഞ്ഞിട്ടുള്ള കേസ്, അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ആ ഒരു പോയിന്റിനെ നമ്മൾ എക്സ് വൈ എന്ന് എടുക്കുകയാണെങ്കിൽ അത് ഇവിടെ എന്തായിരിക്കും വരിക? നമുക്കറിയാം -xy, 4-way സിമെട്രീനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ എന്തായിരിക്കും അത് വരിക? -x -y. ഓക്കെ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഇതിനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന മിറർ ഇമേജ് എന്തായിരിക്കും? +x -y. ഇത് 4-way സിമെട്രി ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി ഒക്ടന്റില് ഇതിപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന 2 ഒക്ടന്റ് ആണ്. ഇതിൽ ഒരു ഒക്ടന്റിലെ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ സെയിം ക്വാഡ്രന്റിൽ വരുന്ന അതർ ഒക്ടന്റിൽ വരുന്ന പോയിന്റിനെ, സിമെട്രിക് പോയിന്റിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സൈൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച് ചെയ്യുക. ഇവിടെ XY ആണെങ്കിൽ +x +y ആണെങ്കിൽ സൈൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, ദെൻ മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച് ചെയ്യുക. എക്സിന്റെ പൊസിഷനിൽ y വരും, വൈയുടെ പൊസിഷനിൽ x വരും. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ -x +y ആണ്. സോ അതിന്റെ സിമെട്രിക് പോയിന്റ് സെയിം ക്വാഡ്രന്റിലുള്ള അടുത്ത ഒക്ടന്റില്, ഇവിടെ ഈ ഒരു സെക്കൻഡ് ക്വാഡ്രന്റില് ഈ ഒരു ഒക്ടന്റും ഈ ഒരു ഒക്ടന്റും ആണ്. ഈ ഒക്ടന്റിലെ പോയിന്റ് നമുക്കറിയാം. ഇനി അതിന്റെ സിമെട്രിക് പോയിന്റ് ഇൻ ദിസ് ഒക്ടന്റ് എങ്ങനെ കിട്ടും? സൈൻ അതുപോലെ തന്നെ ഫസ്റ്റ് വാല്യൂ നെഗറ്റീവ് ആണ്, സെക്കൻഡ് പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. ദെൻ മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച് ചെയ്യുക. -y +x. ഇതായിരിക്കും ഈ ഒരു പോയിന്റ്. ഇനി നമുക്ക് എന്തറിയാം? ഈ ഒരു തേർഡ് ക്വാഡ്രന്റില് 2 ഒക്ടന്റ് ഉണ്ട്, ഇതും ഇതും. ഇവിടെയുള്ള ഒരു പോയിന്റ് അറിയാം. ഇനി ഇവിടെ അതിന്റെ കറസ്പോണ്ടിങ് സിമെട്രിക് പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച്. ഓക്കെ, അതുപോലെ ഈ 4th ക്വാഡ്രന്റില് ഈ ഒക്ടന്റിലുള്ള പോയിന്റ് നമുക്കറിയാം. ഈ ഒക്ടന്റിലുള്ള പോയിന്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? സൈൻ അതുപോലെ തന്നെ x പോസിറ്റീവ് ആയിട്ടും y നെഗറ്റീവ് ആയിട്ടും കീപ്പ് ചെയ്യുക, ദെൻ മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഒരു പോയിന്റ് കിട്ടുകയാണെങ്കിൽ 7 അതർ പോയിന്റ്സും കൂടെ ടോട്ടൽ 8 സിമെട്രിക് പോയിന്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോപ്പർട്ടി, 8-way സിമെട്രിക് പ്രോപ്പർട്ടി. അപ്പൊ കണ്ടില്ലേ, ഇവിടെ നമ്മൾ XY എന്ന് പറഞ്ഞ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ XY ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? അത് YX ആയിരിക്കും. ഓക്കെ, ഈ YX ഇവിടെ ഉണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് അതിന്റെ അടുത്ത ക്വാഡ്രന്റില് അതിന്റെ മിറർ ഇമേജ് എന്തായിരിക്കും? -y +x. X നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസിന് ഇതിന് മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ അതെന്ത് വരും? ഈ ക്വാഡ്രന്റിൽ അത് -y +x. ഓക്കെ, സോ ഇവിടെ അതർ ഒക്ടന്റിൽ എന്ത് ചെയ്യണം? സൈൻ അതുപോലെ കീപ്പ് ചെയ്യുന്നു, മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇനി ഈ പോയിന്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് അതർ ക്വാഡ്രന്റിൽ നമ്മൾ അതിന്റെ സിമെട്രിക് പോയിന്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന്റെ തേർഡ് ക്വാഡ്രന്റിൽ രണ്ടും നെഗറ്റീവ് ആണ് വരുന്നതെന്ന് അറിയാം, മാഗ്നിറ്റ്യൂഡ് അതുപോലെ കീപ്പ് ചെയ്യാം. ദെൻ ഈ ഒരു പോയിന്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാഡ്രന്റ് വരുന്ന അടുത്ത ഒക്ടന്റ് അതിൽ വരുന്ന സിമെട്രിക് പോയിന്റ് എങ്ങനെ കിട്ടും? എങ്ങനെ ഫൈൻഡ് ചെയ്യും? രണ്ടും നെഗറ്റീവ് തന്നെ, സൈൻ സെയിം ആയിട്ട് കീപ്പ് ചെയ്യുക, മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച് ചെയ്യാം, YX. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇത് ഫൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇത് ഫൈൻഡ് ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. സോ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് മിറർ ഇമേജ് എടുക്കുകയാണെങ്കിൽ 4th ക്വാഡ്രന്റിൽ സൈൻ എങ്ങനെയാണ്? പോസിറ്റീവ് നെഗറ്റീവ്. സോ X പോസിറ്റീവും Y നെഗറ്റീവും ആവും. സോ ഇതിന്റെ അടുത്ത സെയിം ക്വാഡ്രന്റിലെ അടുത്ത ഒക്ടന്റില് എന്ത് ചെയ്യണം? പോസിറ്റീവും നെഗറ്റീവും. ദെൻ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് സൈൻ കീപ്പ് ചെയ്യുന്നു, മാഗ്നിറ്റ്യൂഡ് ഇന്റർചേഞ്ച് ചെയ്യുന്നു, YX. സോ ഇതാണ് 8 സിമെട്രിക് പോയിന്റ്.
സോ നമ്മൾ ഈ ഒരു അൽഗോരിതത്തിൽ ചെയ്യാൻ പോകുന്നതും സെയിം പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഒക്ടന്റ് മാത്രമാണ് പോയിന്റ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഒക്ടന്റിൽ ഈ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിക്രിമെന്റ് ചെയ്ത് ഈ ഒരു പോയിന്റ് എത്തുന്നത് വരെയുള്ള എല്ലാ പോയിന്റ്സും ഫൈൻഡ് ഔട്ട് ചെയ്യും. ഒരു പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് 7 അതർ സിമെട്രിക് പോയിന്റ്സ്, 7 അതർ ഒക്ടന്റിൽ വരുന്ന സിമെട്രിക് പോയിന്റ്സ് ഫൈൻഡ് ചെയ്യും. ദെൻ ഇവിടെ അടുത്ത പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വേ അതർ 7 ഒക്ടന്റിൽ വരുന്ന സിമെട്രിക് പോയിന്റ് ഫൈൻഡ് ചെയ്യും. ദെൻ നമ്മൾ ഓരോ പോയിന്റായി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴും നമ്മൾ 7 അതർ സിമെട്രിക് പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും, ഇപ്പോഴും പറഞ്ഞ സിമെട്രിക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. ദെൻ ഫൈനലി ഇവിടുന്ന് ഇൻക്രിമെന്റ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് ഈ ഒക്ടന്റ് കംപ്ലീറ്റ് ആവും. ഈ ഒരു പോയിന്റിന്റെ പ്രോപ്പർട്ടി എന്താണ്? എക്സ് ഈക്വൽ ടു വൈ, സ്ലോപ്പ് ഈക്വൽ ടു 1 ആയിട്ട് വരുന്ന 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈൻ ആണിത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. സോ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ. ഓക്കെ, സോ ഇനി ഇവിടെ എന്തായിരിക്കും കോർഡിനേറ്റ് വരിക? എക്സിന്റെ കേസിൽ നമുക്ക് ഒറിജിൻ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്, എക്സ് 0 ആയിരിക്കും. വൈയുടെ കേസിൽ എന്താണ് വരുന്നത്? ദിസ് മച്ച് ഡിസ്റ്റൻസ്. ദിസ് ഇസ് ആക്ച്വലി റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, സോ 0r എന്ന് പറഞ്ഞ പോയിന്റ് 0 ആൻഡ് റേഡിയസ് x0 y റേഡിയസ്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 by 1 പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് x ഈക്വൽ ടു y എന്ന് പറയുന്ന പോയിന്റ് എത്തുന്നത് വരെ ന്യൂ പോയിന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും ഈ ഒരു ഒക്ടന്റിൽ. ഓരോ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴും 7 അതർ സിമെട്രിക് പോയിന്റ്സും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ഒരു ഒക്ടന്റ് കവർ ചെയ്യുമ്പോഴത്തേക്കും എന്താവും? നമ്മുടെ ടോട്ടൽ സർക്കിൾ ബൗണ്ടറി പോയിന്റ്സും നമ്മുടെ കയ്യിൽ കിട്ടും. സോ നമുക്ക് അതിനൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് സർക്കിൾ ഡ്രോ ചെയ്യാൻ പറ്റും. സോ അതാണ് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിന്റെ ബേസിക് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഇനി നമ്മൾ ബ്രെസൻ-ഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കേസിലും ഡിസിഷൻ മേക്ക് ചെയ്യണം, ഡിസിഷൻ പാരാമീറ്റർ എന്താണെന്നൊക്കെ കിട്ടണം. സോ ഈ സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിസിഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിൾ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സർക്കിൾ ഫംഗ്ഷൻ വിത്ത് സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ 0 0 സെന്റർ ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഒരു സർക്കിളിന്റെ ഫംഗ്ഷൻ x² + y² - r² = 0. ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ എക്സിനും വൈക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓരോ പോയിന്റിലും മിഡ് പോയിന്റ് ആയിരിക്കും. അതെന്താന്ന് പറയാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കിളിന്റെ ഒരു ഒക്ടന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒക്ടന്റ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ദിസ് പോർഷൻ. ഓക്കെ, സോ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ മൂവ്മെന്റ്. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടുന്ന് മൂവ് ചെയ്യുന്നു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഡിക്രിമെന്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ഒരു ഒക്ടന്റ് കവർ ആവുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കുക, നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്താണ് ചെയ്യുന്നത്? പ്രീവിയസ് കേസിലെ ലൈൻ ഡ്രോയിങ് ബ്രെസൻ-ഹാംസ് അൽഗോരിതം പോലെ തന്നെ എക്സ് യൂണിറ്റ് ഇന്റർവെല്ലിൽ ഇൻക്രിമെന്റ് ചെയ്ത് പോവാണ്. വൈയുടെ കേസിൽ എന്താണ്? വൈ ഡിക്രിമെന്റ് ചെയ്ത് പോവാണ്. യൂണിറ്റ് ഇന്റർവെല്ലിൽ ഓരോ കേസിലും ഡിക്രിമെന്റ് ചെയ്ത് പോവാണ്. ഓക്കെ, പ്രീവിയസ് കേസിലൊക്കെ നമുക്ക് എക്സിന്റെ കേസ് ആണെങ്കിലും വൈയുടെ കേസിലാണെങ്കിലും അത് ഇൻക്രിമെന്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ അതിപ്പോഴ് വൈ ഈ ഒരു ഒക്ടന്റ് വരുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് വൈ വാല്യൂ ഡിക്രിമെന്റ് ചെയ്താണ് വരുന്നത്. ഓക്കെ, സോ ആ ഡിക്രിമെന്റ് എങ്ങനെയാണ് കാണിക്കുന്നത്? യൂണിറ്റ് ഇന്റർവെല്ലിലാണ് കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ പിക്സൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഓരോ സെല്ല്. ഓക്കെ, സോ നമ്മളിപ്പോ അസ്യൂം ചെയ്യാണ് XK കറസ്പോണ്ടിങ് YK ഇവിടെ പ്ലോട്ട് ചെയ്തു. ഈ ഒരു പിക്സൽ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു XK കറസ്പോണ്ടിങ് നമ്മുടെ ലൈൻ പാർട്ട് അല്ലെങ്കിൽ സർക്കിൾ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സെല്ലിനകത്താണ് ഉള്ളത്. ദാറ്റ് മീൻസ് XK YK എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ സർക്കിളിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിൽ സർക്കിളിന് വേണ്ടി ചൂസ് ചെയ്യുന്ന പോയിന്റ് XK ആൻഡ് YK. ബിക്കോസ് ഈ ഒരു പോർഷനിൽ XK കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ സർക്കിൾ പോയിന്റ് അല്ലെങ്കിൽ സർക്കിൾ പോർഷൻ ഈ ഒരു സെല്ലിന്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, സോ XK YK നമ്മൾ പ്ലോട്ട് ചെയ്യാണ്. സോ നെക്സ്റ്റ് കേസ് XK + 1. XK + 1 കറസ്പോണ്ടിങ് ഇവിടെ നോക്കുക, ഇവിടെ സർക്കിളിന്റെ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷനിൽ ഈ ഒരു സെല്ലിലാണ് കിടക്കുന്നത്.
ഇവിടെ ഒരു ചെറിയ പോർഷൻ അത് ഈ താഴെ കിടക്കുന്ന സെല്ലിലാണ് ഉള്ളത്. സോ ഇവിടെ കൺഫ്യൂഷൻ വരികയാണ്. എക്സ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് നമുക്ക് വൈ കെ ആണോ പ്ലോട്ട് ചെയ്യേണ്ടത്, വൈ കെ മൈനസ് 1 ആണോ പ്ലോട്ട് ചെയ്യേണ്ടത്? വൈ കെ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു സെല്ല്, ഈ ഒരു പോയിന്റ് വൈ കെ. സോ ഇതിൽ ഏത് വേണം പ്ലോട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സർക്കിൾ ഫംഗ്ഷൻ ആണ്. ദെൻ നമ്മുടെ നെയിമിൽ തന്നെ ഉണ്ട് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് ഫംഗ്ഷൻ ആണ്. സോ ഈ രണ്ട് സെല്ലിന്റെയും അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റിന്റെയും ഈ രണ്ട് പിക്സലിന്റെയും മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നു. ആ മിഡ് പോയിന്റ് ആണ് നമ്മുടെ സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിന്റെ വർക്കിംഗ്. നമ്മൾ മിഡ് പോയിന്റ് ഓഫ് ദീസ് ടു നൈബർ സെൽസ് പിക്സൽ അത് ഫൈൻഡ് ചെയ്തിട്ട് സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വരാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ദാറ്റ് മിഡ് പോയിന്റ് ലൈസ് ഇൻസൈഡ് ദി സർക്കിൾ ബൗണ്ടറി. ഇനി ഈക്വൽ ടു 0 ആണ് വരുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കണം? മിഡ് പോയിന്റ് ലൈസ് ഇൻ ദ സർക്കിൾ ബൗണ്ടറി, ബൗണ്ടറി പോയിന്റ് തന്നെയാണെന്ന് മനസ്സിലാക്കണം. ആൻഡ് ഇപ്പൊ ഗ്രേറ്റർ ദാൻ 0 എന്ന് വരികയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? മിഡ് പോയിന്റ് കംസ് സംവെയർ ഹിയർ ബിയോണ്ട് ദ സർക്കിൾ ബൗണ്ടറി, ബൗണ്ടറിക്ക് പുറത്തായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ എന്ത് ചെയ്യണം? നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കേസിൽ ആ രണ്ട് പിക്സൽ, ഈ ഒരു പിക്സലും ഈ ഒരു പിക്സലിന്റെയും മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നു. മിഡ് പോയിന്റ് നമ്മൾ സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ മൂന്ന് കേസിൽ ഏതാണ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മളിപ്പോഴ് ഇവിടെ എക്സ് കെ പ്ലസ് 1ന്റെ കേസിലാണ് കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. സോ നമ്മൾ എക്സിന് പകരം എക്സ് കെ പ്ലസ് 1 കൊടുക്കുകയാണ്. ഇനി വൈയുടെ കേസിൽ എന്താണ് നമ്മൾ വന്നേക്കുന്നത്? മിഡ് പോയിന്റ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിന്റെ, ഈ രണ്ട് പിക്സലിന്റെയും മിഡ് പോയിന്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സെല്ലാണെങ്കിൽ ഈ ഒരു ക്രോസ് മാർക്ക് ഇട്ടിരിക്കുന്ന ഈ ഒരു പിക്സൽ ആണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എന്തൊക്കെയാ വരിക? എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ. ഓക്കെ, ഇനി താഴെയുള്ള സെല്ലാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എന്താണ് വരുന്നത്? എക്സ് കെ പ്ലസ് 1 വൈ കെ മൈനസ് 1. ഓക്കെ, രണ്ടാണെങ്കിലും എക്സിന്റെ കേസിൽ ഡിഫറൻസ് ഒന്നുമില്ല, എക്സ് കെ പ്ലസ് 1 ആണ്. ഈ എക്സ് സഫിക്സ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എക്സ് സഫിക്സ് കെ പ്ലസ് 1 മീൻസ് യൂണിറ്റ് എക്സ് കെ പ്ലസ് യൂണിറ്റി, എക്സ് കെ പ്ലസ് യൂണിറ്റി. ഇവിടെയാണെങ്കിലും അതെ, ഇവിടെയാണെങ്കിലും അതെ. സോ എക്സിന്റെ കേസിൽ രണ്ടിടത്താണെങ്കിലും എക്സ് കെ പ്ലസ് യൂണിറ്റി തന്നെയാണ്. ബട്ട് വൈയുടെ കേസിൽ ഒരിടത്ത് വൈ കെ ആണ്, ഒരിടത്ത് വൈ കെ മൈനസ് 1 ആണ്. സോ ഈ രണ്ട് പോയിന്റിന്റെയും മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ആവറേജ് എടുക്കാം. സോ എക്സിന്റെ കേസിൽ രണ്ടിടത്തും എക്സ് കെ പ്ലസ് യൂണിറ്റി ആണ്. സോ ആവറേജ് എടുത്താൽ എന്താണ് വരിക? എക്സ് കെ പ്ലസ് 1 പ്ലസ് എക്സ് കെ പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2 ഈസ് എക്സ് കെ പ്ലസ് 1 ഇറ്റ് സെൽഫ്. ഇനി ഇതേപോലെ നമ്മൾ വൈയുടെ കേസിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഇതേപോലെ വൈയുടെ കേസിൽ, എക്സിന്റെ കേസിൽ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കെ പ്ലസ് യൂണിറ്റി തന്നെയാണ്. ദെൻ വൈയുടെ കേസിൽ എന്താണ് വരിക? വൈ കെ പ്ലസ് വൈ കെ മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് കേസിൽ വൈ കെ ആണ്, ഇവിടെ വൈ കെ മൈനസ് 1 ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് വരും? 2 വൈ കെ മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2. അതിനെങ്ങനെ എഴുതാം? വൈ കെ മൈനസ് 1 ബൈ 2. സോ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ഈ സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണ് വരുന്നത്? എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ മൈനസ് 1 ബൈ 2. ഈ പോയിന്റ് ആണ് നമ്മളിവിടെ സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 0 ആണോ, ഈക്വൽ ടു 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ പ്രീവിയസ്ലി കണ്ടു, ഇതാണ് നമ്മുടെ പി കെ അല്ലെങ്കിൽ ഡിസിഷൻ പാരാമീറ്റർ. ഇനി സക്സസീവ് ഡിസിഷൻ പാരാമീറ്റർ റെസൊണൻസ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിൽ കണ്ടതുപോലെ തന്നെ ഓരോ കേസിലും
ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസിഷൻ പാരാമീറ്ററിനെ മോഡിഫൈ ചെയ്യണം. സോ ആ മോഡിഫിക്കേഷൻ സക്സസീവ് ഡിസിഷൻ പാരാമീറ്ററിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പി കെ നമുക്കറിയാം. സോ പി കെ പ്ലസ് 1 എന്താന്ന് കണ്ടുപിടിക്കണം. പി കെ എന്തായിരുന്നു? എക്സിന് പകരം എക്സ് കെ പ്ലസ് 1 കൊടുക്കുകയാണ്, വൈക്ക് പകരം വൈ കെ മൈനസ് 1/2. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഫോമാണിത്. ഇനി പി കെ പ്ലസ് 1 എന്താണ്? കെ ഉള്ളിടത്ത് കെ പ്ലസ് 1 കൊടുക്കുക. ഓക്കെ, എക്സ് സഫിക്സ് കെ പ്ലസ് 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ സഫിക്സ് കെ പ്ലസ് 1 മൈനസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. നമുക്ക് എക്സിന്റെ കേസിൽ എപ്പോഴും അറിയാം, എക്സ് എപ്പോഴും യൂണിറ്റ് ഇന്റർവെല്ലിൽ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഓരോ എക്സിന് കറസ്പോണ്ടിങ് വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എക്സ് സഫിക്സ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ് വാല്യൂ അത് എപ്പോഴും എന്തായിരിക്കും? ഇപ്പോഴുള്ള എക്സ് വാല്യൂവിന്റെ കൂടെ യൂണിറ്റ് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് സഫിക്സ് കെ പ്ലസ് 1 മീൻസ് എക്സ് കെ പ്ലസ് യൂണിറ്റി. ദെൻ ഇവിടെ ഓൾറെഡി ഉള്ള 1 ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻസ് എക്സ് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇനി y സഫിക്സ് k പ്ലസ് 1 മൈനസ് 1/2. ഈ y സഫിക്സ് k പ്ലസ് 1നെ നമുക്ക് ഇതുപോലെ y സഫിക്സ് k പ്ലസ് 1നെ നമുക്ക് ഇതുപോലെ yk മൈനസ് 1 ഒന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം y സഫിക്സ് k പ്ലസ് 1ന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. സംടൈംസ് നമ്മൾ നെക്സ്റ്റ് y സഫിക്സ് k പ്ലസ് 1 yk ആവാം, അല്ലെങ്കിൽ എന്താവാം? yk മൈനസ് 1 ആവാം, മൈനസ് യൂണിറ്റി. രണ്ട് ഓപ്ഷൻ ഉണ്ട് വൈയുടെ കേസിൽ. സോ അതുകൊണ്ട് നമ്മൾ y സഫിക്സ് k പ്ലസ് 1 അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണ്. ബട്ട് എക്സിന്റെ കേസിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എക്സ് സഫിക്സ് k പ്ലസ് 1 മീൻസ് എക്സ് കെ പ്ലസ് 1. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ വൈനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാണ്. ഓക്കെ, ദെൻ മൈനസ് ആർ സ്ക്വയർ. ദെൻ എക്സ്പാൻഡ് ചെയ്താൽ ഇതുപോലെ വരും. ദെൻ അടുത്ത എന്തായിരുന്നു ചെയ്തത്? നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? സക്സസീവ് ഡിസിഷൻ പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് കറന്റ് ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കണം. സോ അതിനെന്താ ചെയ്യുന്നത്? പി കെ പ്ലസ് 1 മൈനസ് പി കെ ചെയ്യാണ്. ഓക്കെ, പി കെ പ്ലസ് 1 നമുക്ക് പി കെ പ്ലസ് 1 ഉണ്ട് ഇവിടെ, അതുപോലെ പി കെ ഇവിടെ നമുക്കറിയാം. സോ രണ്ടും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇതുപോലെ കിട്ടും. പി കെ പ്ലസ് 1 ഈസ് പി കെ പ്ലസ് 2xk plus 3 plus y suffix k plus 1 whole square minus y suffix k plus 1 minus y suffix k whole square plus yk. ഇത് നമ്മുടെ ജനറൽ ടേം ഫോർ പി കെ പ്ലസ് 1 ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ജനറൽ ടേം ഫോർ പി കെ പ്ലസ് 1 ആണ്. ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നെക്സ്റ്റ് പോയിന്റിൽ. അതായത് ഇപ്പൊ പി കെ ലെസ് ദാൻ 0 ആവുമ്പോൾ നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് ഏതാണ്? എക്സ് കെ പ്ലസ് 1 വൈ കെ. ഓക്കെ, സോ അത് ഒന്നുകൂടെ നോക്കാം നമുക്ക്. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഇപ്പോഴും പി കെ സർക്കിൾ ഫംഗ്ഷൻ ആണ് ഡിസിഷൻ പാരാമീറ്റർ. സർക്കിൾ ഫംഗ്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മിഡ് പോയിന്റ് ആണ്. ഓക്കെ, സർക്കിൾ ഫംഗ്ഷനിൽ മിഡ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? മിഡ് പോയിന്റ് ലൈസ് ഇൻസൈഡ് ദി സർക്കിൾ. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആക്ച്വലി ഈ പോയിന്റിന്റെയും ആവറേജ് ആണ്. ആവറേജ് ലൈസ് ഇൻസൈഡ് ദി സർക്കിൾ ബൗണ്ടറി. ഓക്കെ, രണ്ട് പോയിന്റ് എടുക്കുകയാണ്. സോ അതിൽ മിഡ് പോയിന്റ് എടുത്തപ്പോ ആവറേജ് വാല്യൂ എടുത്തപ്പോ ആവറേജ് വാല്യൂ താഴെയുള്ള പോയിന്റിന്റെ അടുത്താണ് വരുന്നത്. മീനിങ് ഈ ക്വാണ്ടിറ്റി കൂടുതൽ വരുന്നത് ബൗണ്ടറിയിൽ നിന്ന് ഈ ഒരു പിക്സലിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മിഡ് പോയിന്റ് ബൗണ്ടറിക്കകത്ത് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബൗണ്ടറി എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന പിക്സലിന്റെ അടുത്തായിരിക്കും. ഒന്നും കൂടെ പറയാം. മിഡ് പോയിന്റ് സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ലെസ് ദാൻ 0 ആണ് വന്നെങ്കിൽ എന്താ മീനിങ്? മിഡ് പോയിന്റ് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ ബൗണ്ടറി. മിഡ് പോയിന്റ് സർക്കിൾ ബൗണ്ടറിക്ക് അകത്താണ് കിടക്കുന്നതെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് മിഡ് പോയിന്റ് അകത്ത് വന്നിരിക്കുന്നത്? മിഡ് പോയിന്റ് മീൻസ് ആവറേജ് വാല്യൂ ഓഫ് ദിസ് പിക്സൽ ആൻഡ് കോർഡിനേറ്റ് ആൻഡ് ദിസ് പിക്സൽ കോർഡിനേറ്റ്. സോ ഈ ഒരു ഡിസ്റ്റൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് മിഡ് പോയിന്റ് അകത്ത് വന്നിരിക്കുന്നത്. സോ അതിന്റെ മീനിങ് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് കൂടുതൽ. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ? ബൗണ്ടറി ലൈസ് നിയർ ടു ദിസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്തായിരിക്കും? കറസ്പോണ്ടിങ് ടു എക്സ് കെ പ്ലസ് 1 വൈ കെ പ്ലസ് 1 എന്തായിരിക്കും?
xk+1 എന്ന് പറയുന്നതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. xk പ്ലസ് യൂണിറ്റി. yk+1 എന്തായിരിക്കും? yk തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണ്? ഡിസിഷൻ പാരാമീറ്റർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മുടെ പോയിന്റ് സർക്കിളിന്റെ ബൗണ്ടറിക്ക് വെളിയിലായിരിക്കും, ഔട്ട്സൈഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നോക്കുക, നമ്മൾ മിഡ് പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നു, സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ 0 വാല്യൂ വരികയാണെങ്കിൽ മീനിങ് എന്താണ്? മിഡ് പോയിന്റ് ലൈസ് സംവെയർ ഔട്ട്സൈഡ് ദിസ് ബൗണ്ടറി പോയിന്റ്. ഓക്കെ, മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പോയിന്റിന്റെയും ആവറേജ് ആണ്. ആവറേജ് വാല്യൂ ബൗണ്ടറിക്ക് വെളിയിൽ കിടക്കുക എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഇവിടെയുള്ള പിക്സലിന്റെ നിയറസ്റ്റ് ആണ് നമ്മുടെ ആവറേജ് മിഡ് പോയിന്റ്. ഒരു രണ്ട് വാല്യൂയുടെ ആവറേജ് ഈ പോയിന്റിന്റെ അടുത്തോട്ടാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്താ മീനിങ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് ഹൈ. ഈ ബൗണ്ടറിയിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈ ബൗണ്ടറിയിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ഈ ഡിസ്റ്റൻസ് കൂടുതലുള്ളത് കൊണ്ടാണ് മിഡ് പോയിന്റ് ഇതിന്റെ അടുത്തോട്ട് വന്നേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോ ബൗണ്ടറി ഈ പിക്സലിന്റെ അടുത്താണെന്ന് മനസ്സിലാക്കണം. സോ മിഡ് പോയിന്റ് സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ 0 വരികയാണെങ്കിൽ നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് xk+1, yk+1 എന്ന് പറയുന്നത് എന്തായിരിക്കും? xk പ്ലസ് യൂണിറ്റി, yk -1 മൈനസ് യൂണിറ്റി. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ജനറലി നെക്സ്റ്റ് സക്സസീവ് ആയിട്ട് വരുന്ന ഡിസിഷൻ പാരാമീറ്റർ ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി pk <0 ആകുമ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്താണ്? xk+1, yk. സോ ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ xk+1 നമ്മൾ ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് കേസിലാണെങ്കിലും നെക്സ്റ്റ് എക്സ് പോയിന്റ് എന്താണ്? xk പ്ലസ് യൂണിറ്റി തന്നെയായിരുന്നു. സോ അത് ഓൾറെഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം ഡിറൈവ് ചെയ്തിരിക്കുന്ന ജനറൽ ഡിസിഷൻ പാരാമീറ്റർ ആണിത്. റൈറ്റ്? സോ ഇതിനെ ഇനി വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. yk+1 പകരം നമ്മൾ yk സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ y(k+1) കാണുന്നിടത്ത് y(k) കൊടുക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമൺ ടേംസ് ഒക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും? pk+1 ഈസ് pk+2 xk+3 എന്ന് വരും. ഓക്കെ, ദെൻ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഏതാണ്? xk+1 yk മൈനസ് യൂണിറ്റി. ഓക്കെ, സോ ഇത് ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടാണ് ഈ ടേം ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ yk+1 y(k+1) വേണ്ടിയിട്ട് ഈ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് pk+1 എന്ത് കിട്ടും? pk+2 xk മൈനസ് 2 yk പ്ലസ് 5. pk+1 is pk+2 xk minus 2 yk plus 5. Okay, so pk less than 0, pk greater than 0. നമുക്ക് pk equal to 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോയിന്റ് ഡയറക്ട്ലി പ്രസന്റ് ഓവർ ദ സർക്കിൾ ബൗണ്ടറി എന്നാണ്. സോ നമുക്കത് ഇതിന്റെ കൂടെ വേണമെങ്കിൽ മെർജ് ചെയ്യാം, ഇതിന്റെ കൂടെ വേണമെങ്കിൽ ചെയ്യാം. സോ നമ്മൾ യൂഷ്വലി രണ്ട് കേസ് ആയിട്ടാണ് എടുക്കാറ്. pk less than 0, അടുത്തത് pk greater than or equal to 0 കേസ്. ഓക്കെ, സോ ഇതാണ് pk less than 0 ആകുമ്പോൾ പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ്. നെക്സ്റ്റ് പോയിന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഡിസിഷൻ പാരാമീറ്റർ pk+2 xk+3. ഇനി pk greater than 0 ആകുമ്പോൾ പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് xk+1, yk -1. നെക്സ്റ്റ് പോയിന്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഡിസിഷൻ പാരാമീറ്റർ pk+1 ഇതാണ്. ഓക്കെ, സോ നമുക്ക് അൽഗോരിതം നോക്കാം. അതിനു മുന്നേ ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കണം. നമുക്ക് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഡിസിഷൻ പാരാമീറ്റർ വേണം. നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ഒരു പാരാമീറ്റർ അറിയാം, ഡിസിഷൻ പാരാമീറ്റർ അറിയാം. അതിനെ ബേസ് ചെയ്ത് ഒരു ന്യൂ പോയിന്റ് ഫൈൻഡ് ചെയ്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സക്സസീവ് ഡിസിഷൻ പാരാമീറ്റർ pk+1 എന്ന് പറഞ്ഞ് ഡിറൈവ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ അതാണ് നമ്മളിവിടെ p0 എന്ന് പറഞ്ഞ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു ഇൻഫോർമേഷൻ ആണ്. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഒക്ടന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഇത് 0 0 ആണെങ്കിൽ 0 തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. x എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0r
ടു എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ്. സോ ഇനീഷ്യൽ പോയിന്റ് എന്താണ്? 0 r ആണ്. സോ ഇത് നമ്മുടെ സർക്കിൾ ഫംഗ്ഷനിൽ 0 r എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, സോ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? 0 r ആണ് ഒരു പോയിന്റ്. അടുത്ത പോസിബിൾ പോയിന്റ് എന്തായിരിക്കും? 1 r ആവാം, അല്ലെങ്കിൽ 1 r മൈനസ് 1 ആവാം. ഇതായിരിക്കുമല്ലോ നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ള രണ്ട് പോയിന്റ്. സോ നമുക്ക് അതിന്റെ കോർഡിനേറ്റ് മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 1, r മൈനസ് 1/2. ഇതാണ് നമ്മുടെ ഈ രണ്ട് പോയിന്റിന് മിഡ് പോയിന്റ്. സോ ഇതിനെ നമ്മൾ സർക്കിൾ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P0 ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ 5/4 മൈനസ് r എന്ന് കിട്ടും. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഈ 5/4നെ റൗണ്ട് ചെയ്തിട്ട് 1 എന്ന് എടുക്കാറുണ്ട്. എടുക്കണമെന്നില്ല, 5/4 എന്ന് തന്നെ കീപ്പ് ചെയ്യാം. 5/4 മൈനസ് r അല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് 1 മൈനസ് r. ഓക്കെ, സോ ഇതാണ് ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ടേംസ് ഒക്കെ ഓർത്ത് വെക്കുക. ഇനീഷ്യലി പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് x0 y0 എന്ന് വെച്ചാൽ ഏതാണ്? 0 r. ദെൻ ഇനീഷ്യൽ ഡിസിഷൻ പാരാമീറ്റർ 5/4 മൈനസ് r. ദെൻ P0 ലെസ് ദെൻ 0 ആണെങ്കിൽ ഇനി പറയുന്ന സ്റ്റെപ്പ് ഒക്കെ നമ്മൾ എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യണം? 0 r സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, x ഈക്വൽ ടു y ആവുന്നത് വരെ നമ്മൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യണം. ഇനി പറയുന്ന സ്റ്റെപ്പ് ഒക്കെ. സോ P0 ലെസ് ദെൻ 0 ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് xk പ്ലസ് യൂണിറ്റി yk. സോ ഈ പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിസിഷൻ പാരാമീറ്ററിനെ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം? pk പ്ലസ് 1 ഈസ് കറന്റ് pk പ്ലസ് 2xk പ്ലസ് 3. ഓക്കെ, ഇനി ഇതല്ല എങ്കിൽ pk ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ടത് xk പ്ലസ് യൂണിറ്റി yk മൈനസ് യൂണിറ്റി. ദെൻ ഈ കേസിൽ ഡിസിഷൻ പാരാമീറ്റർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? pk പ്ലസ് 1 ഈസ് pk പ്ലസ് 2xk മൈനസ് 2yk പ്ലസ് 5. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന അൽഗോരിതം ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? നമ്മൾ സർക്കിൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ ആണ്. ഓക്കെ, സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ ആണ്. സംടൈംസ് നമ്മുടെ അടുത്ത് എപ്പോഴും സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ തന്നെ ചോദിക്കണം എന്നില്ല. ഒരു സ്പെസിഫിക് സർക്കിൾ, ഇപ്പോൾ ഒരു 2-3 സെന്റേർഡ് ആയിട്ട് ഒരു സർക്കിൾ ഒക്കെ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓരോ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴും കിട്ടിയിരിക്കുന്ന എക്സ് കോർഡിനേറ്റിനോട് കൂടെ തന്നിരിക്കുന്ന സർക്കിൾ സെന്ററിന്റെ എക്സ് വാല്യൂ ആഡ് ചെയ്യാം. അതുപോലെ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത പോയിന്റിന്റെ y കോർഡിനേറ്റിനോട് കൂടെ തന്നിരിക്കുന്ന സർക്കിൾ സെന്ററിന്റെ y വാല്യൂ ആഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ ഫൈൻഡ് ചെയ്ത പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ആവും വിത്ത് റെസ്പെക്ട് ടു ദിസ് പെർട്ടിക്കുലർ ഒറിജിൻ. സോ തന്നിരിക്കുന്ന ഒറിജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സർക്കിൾ ഫോം ചെയ്യാൻ പറ്റും. സോ ആ സ്റ്റെപ്പാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തന്നിരിക്കുന്ന സെന്റർ 0 അല്ലാതെ XC YC എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് സെന്റർ തന്നിരിക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അത് പ്ലോട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കോർഡിനേറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്യണം. y കോർഡിനേറ്റിനെ വിത്ത് റെസ്പെക്ട് ടു സ്പെസിഫിക് y സെന്റേർഡ് ഒറിജിൻ y സെന്ററിനെ ബേസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യണം. സോ ഷിഫ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന എക്സും വൈയും ആണ് നമ്മൾ പിക്സൽ പോയിന്റ് ആയിട്ട് സർക്കിൾ പോയിന്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മിഡ് പോയിന്റ് സർക്കിൾ ഡ്രോയിങ് അൽഗോരിതത്തിന്റെ വർക്കിംഗ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.